ലോകം കണ്ട ക്രൂരനായ കൊള്ളക്കാരനാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ക്രൂരനായ കൊള്ളക്കാരൻ. അയാൾ ഒരു മുസ്ലിം നേതാവ് പോയിട്ട് നവോത്ഥാന നായകനും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കള്ളൻ, കൊള്ളക്കാരൻ, ക്രൂരനായ. ഇന്ന് നമ്മുടെ നാട്ടിൽ റഹ്മത്തുള്ള ഖാസിമിയെ പോലെയുള്ള പിഴച്ച പ്രബോധകന്മാർ അവർ പറഞ്ഞ് നടക്കുന്നത് എന്താണ്? അവരങ്ങനെ പാടി പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇസ്ലാമിന്റെ ഒരുപാട് ചിഹ്നങ്ങളെ തകർത്തു, ഒരുപാട് മുസ്ലിമീങ്ങളെ കൊലപ്പെടുത്തുകയുണ്ടായി, കടന്നാക്രമിച്ചു എന്നൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ചരിത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ പ്രബോധനം സ്വീകരിച്ച് അമീർ അദ്ദേഹത്തിനെ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് റഹിമഹുല്ലാഹ് അവിടെ പോവുകയും ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ പ്രബോധനം ആരംഭിക്കുകയും അങ്ങനെ ജനങ്ങൾ തൗഹീദ് സ്വീകരിച്ചതിന്റെ ഫലമായി ഷെയ്ഖ് റഹിമഹുല്ലാഹ് അവിടുത്തെ ഷിർക്കിന്റെ കേന്ദ്രങ്ങൾ, അടയാളങ്ങൾ, ചിഹ്നങ്ങൾ അദ്ദേഹത്തിന്റെ കൈകൊണ്ട് നശിപ്പിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഷിർക്ക്, ബിദ്അത്തുകൾ, അതുപോലെ തന്നെയുള്ള മറ്റ് അരാജകത്വങ്ങളൊക്കെ ഷെയ്ഖ് റഹിമഹുല്ലാഹ് ശക്തമായി നീക്കം ചെയ്യുവാൻ വേണ്ടി ആഹ്വാനം ചെയ്തു. അതൊക്കെ നീക്കിക്കളയാൻ, ഷിർക്കിന്റെയും ബിദ്അത്തിന്റെയും കേന്ദ്രങ്ങൾ പൂട്ടിക്കുവാൻ ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം കഠിനമായി അധ്വാനിച്ചു. അങ്ങനെ ഉയൈനയിൽ തൗഹീദിന്റെ വെളിച്ചം വീശാൻ തുടങ്ങി. തൗഹീദ് അവിടെ പ്രചരിക്കാൻ തുടങ്ങി. ഷിർക്കിന്റെ ചിഹ്നങ്ങൾ, ഷിർക്കിന്റെ കേന്ദ്രങ്ങൾ, ജാറങ്ങൾ, മക്ബറകൾ, ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനുമാണ് ആളുകൾ നേർച്ച വഴിപാടുകളുമായി പോകുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം നശിപ്പിക്കുകയുണ്ടായി. ഇതൊക്കെ നശിപ്പിച്ചു, കുറെ കുബ്ബ തകർത്തു, ഖബർ പൊളിച്ചു എന്നൊക്കെ പറയുമ്പോഴാണ് ചില ആളുകൾക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. അത് ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഒരു അമീറിന്റെ കീഴിൽ, ഒരു ഭരണകൂടത്തിന്റെ കീഴിലാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതല്ലാതെ കടന്നാക്രമിച്ച് ഒരുപാട് മുസ്ലിമീങ്ങളെ വധിക്കുകയോ അവിടുത്തെ ഭരണം പിടിച്ചുകൂടാൻ വേണ്ടി അദ്ദേഹം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുകയോ അല്ല ചെയ്തത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹ് ലഭിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്തഹു വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. സഹാബിമാരോട് പറഞ്ഞ കാര്യമാണ്. ഒരു പ്രതിമയെയും അടിച്ച് നിരപ്പാക്കാതെ, തകർത്ത് കളയാതെ നിങ്ങൾ ഒഴിവാക്കരുത്. വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു, പൊന്തി നിൽക്കുന്ന ഒരു ഖബറിനെയും നിങ്ങൾ നിരപ്പാക്കാതെ വിടരുത്. അത് തന്നെയാണ് ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ അദ്ദേഹം കാഴ്ചവെച്ചത്. അത് തന്നെയാണ്.